കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ ഇടിച്ചക്ക വെക്കണോ. നമ്മുടെ പ്ലാവിലെ ഇടിച്ചക്കയുടെ പരുവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇറങ്ങി ഒന്ന് പരതി നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു കുട്ടി ഒരെണ്ണം ഒളിഞ്ഞു നിൽക്കുന്നു. അതിനെ അങ്ങ് എടുത്തു കേട്ടോ. കുറേ ദിവസം കൊണ്ട് മുച്ചി പറയുന്നുണ്ട് ഇടിച്ചക്ക ഉണ്ടാക്കുന്ന കാര്യമൊക്കെ. അങ്ങനെ ഒന്ന് വട്ടത്തിന് മുറിച്ചെടുക്കുന്നുണ്ട്. അത് നേരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ അരക്കൊക്കെ കളഞ്ഞെടുക്കണം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, ഇളതല്ലേ. പിന്നെ അത് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം തേങ്ങ തന്നെ വേണം കേട്ടോ ഇടിച്ചക്കയ്ക്ക്. പിന്നെ ഒരു പിടി കൊച്ചുള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പിടി കാന്താരി എടുക്കുന്നുണ്ട്. കാന്താരിയാണ് കേട്ടോ ടേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. ചക്കയ്ക്ക് എപ്പോഴും കാന്താരി തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ അത് കാന്താരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ ഒതുക്കി എടുക്കുന്നുണ്ട് അമ്മിക്കല്ലിൽ വെച്ചിട്ട് കേട്ടോ. പിന്നെ അത് ഇടികല്ലിൽ വെച്ചിട്ട് ആ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു ചക്ക വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ, അത് അമ്മിയിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുത്തിയെടുത്താൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ഉടഞ്ഞു കിട്ടും. പിന്നെ ഇതിന് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, താളിച്ച് വെക്കുന്ന വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചു, പക്ഷേ റെക്കോർഡ് ഇടാനായിട്ട് മറന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണമേ. ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കണവയോ പോട്ടിയോ ഒക്കെ തോരൻ വെച്ചെടുക്കത്തില്ലേ, അതുപോലുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.